മുട്ടായിൻ്റെ അടുത്ത് ഏതുമില്ല അല്ലേ? അത് വർക്ക് ചെയ്യണ്ടോ? ഉഷാറല്ലേ? ഇത് വർക്ക് ചെയ്യണ്ടോക്ക്? വർക്ക് ചെയ്യണ്ടോക്ക്? ഒറിജിനൽ ഫോണാണ്. കൺഫ്യൂഷൻ ആയി പോയി. ഇത് ഒറിജിനൽ അല്ലേ? Pro Max 1 TB. ഇതിന്റെ മേലൊക്കെ ഇത് ഞാൻ ഫോണില്ല. You happy? I'm happy. Okay. അപ്പം അഫിക്ക് ഫോൺ കൊടുത്തിട്ടാ. അപ്പൊ അഫിക്ക് ഫോൺ കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ എന്റെ പണ്ടത്തെ ഫോണൊന്ന് കൊടുത്താ പച്ചപ്പുൽ പാടത്തെ പനന്തത്തെ പോലുള്ള ഒരു ഫോണാണ് അഫീഫിന്റെ അടുത്തുള്ള ഈ ഫോൺ ട്ടാ. ഫുള്ള് ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ പോയി. അഫീഫ് എന്തിന്റെ കളറിയാ? മക്കത്തായം മരുമക്കത്തായം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചോല് കൊടുത്ത് വിടുന്ന സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഉപയോഗിച്ച ഫോൺ ഈച്ചുവിന് കൊടുക്കും. ഈച്ചു അത് മാക്സിമം ഊറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അഫീഫിന് കൊടുക്കും. അപ്പം മക്കത്തായം മരുമക്കത്തായം പോലെ ഫോൺ യൂസ് ചെയ്ത് ഇവിടെ വന്നിരുന്ന ഒരാളാണ് അഫി. എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ പകുതി യൂസ് ചെയ്ത് ഈസാൻ യൂസ് ചെയ്യും. അത് മുക്കാൽ യൂസ് ചെയ്തിട്ട് അവന് കൊടുക്കുക. അങ്ങനെ ഈ പാവത്തിന് കിട്ടിയ ആദ്യം കിട്ടിയ ഫോൺ 11 Pro. അത് ഞാനും ഈച്ചു യൂസ് ചെയ്തിട്ട്. പിന്നെ കിട്ടിയ 13 Pro. അതെങ്ങനെ? ഞാനും ഈച്ചു യൂസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ അഫിക്ക് കൊടുത്തൊരു പ്രോമിസ് ഉണ്ടായിനി. 10ാം ക്ലാസ്സിൽ ഞാൻ അഫീഫിന് കൊടുത്ത പ്രോമിസാണ്. 10ാം ക്ലാസ്സിൽ ഓൻ ഇനിയും കുത്തി നോക്കിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഓന് PS5 വാങ്ങി കൊടുത്തതിനും ഓന് ഗെയിം സിസ്റ്റം വാങ്ങിക്കൊടുത്തത് ഓനെ കുട്ടികളെ വഴി തെറ്റിച്ചു, കുട്ടികളെ വഴി മുടക്കി, കുട്ടികളെ ഭാവി നിലക്കണ സാധനമാണ് വാങ്ങിക്കൊടുത്തോണ്ട് എന്നെ കളിയാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഓന് കൊടുത്ത ഒരു വാക്കുണ്ട്, അഫിയെ ഫുള്ള് മാർക്ക് വാങ്ങണമെങ്കിൽ ഇജ് എന്താണോ പറയണത് അത് ഞാൻ കൊടുക്കും. അതെൻ്റെ അഭിമാന പ്രശ്നമാണ്. അത് ഇജ് എനിക്ക് വാങ്ങിത്തരണം. ഇജ് എന്താണോ പറയണത് അത് ഞാനൊക്കെ കൊടുത്തിരുന്നതാണ്. അങ്ങനെ അഫി ആദ്യം പറഞ്ഞത് AC ഇനി. അപ്പോൾ അങ്ങനെ പറഞ്ഞു AC വേണോ ഫോൺ വേണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിനി. അപ്പോൾ ഞാനാണെങ്കിൽ കുടുങ്ങിക്കണി AC കൊടുക്കണം ഫോൺ. കാരണം AC ഞാൻ വാങ്ങിക്കൊടുത്തോനെ. AC റൂമിൽ AC നല്ല AC വാങ്ങിക്കൊടുത്ത് ഫുൾ A+ വാങ്ങിന്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ +1 എക്സാം എഴുതി കഴിഞ്ഞു. മാർക്ക് ഉണ്ടോ മാർക്കില്ല എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എല്ലാവരും മാർക്ക് കിട്ടിയിട്ടാണ് ഒരാളെ നില തീരുമാനിക്കുന്ന മാർക്കാണെന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം ഞാൻ മാർക്കില്ലാതെ വന്ന മനുഷ്യനാണ്. ഞാൻ എൻ്റെതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് വന്ന മനുഷ്യനാണ്. അർഷിൻ്റെതായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നിഹാൽ അത് പിന്നെ മാർക്ക് കിട്ടി തന്നെ വന്ന ആളാണ് കേട്ടോ. സൽമാൻ, ജിംഷ ഒക്കെ. അപ്പം അന്ന് ഞാൻ ഓന് കൊടുത്ത വാക്ക് ജിമ്മ് പോവാ. ഓക്കെ, അസ്സലാമു അലൈക്കും. റമദാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലട്ടാ. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ വെച്ചിട്ട് കാണാം ഗൈസ്. ബൈ.